രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം അനുജ്ഞോയം ഗിരിസൗമ്യ നാനാ ദ്രുമലതായുത. പല പ്രകാരത്തിലുള്ള വൃക്ഷങ്ങളെ കൊണ്ട് നിറഞ്ഞ് പല പ്രകാരത്തിലുള്ള വള്ളികളെ കൊണ്ടും നിറഞ്ഞതായിട്ടുള്ള ഈ പർവ്വതം അങ്ങേയറ്റം മനോജ്ഞമായിരിക്കുന്നു, മനസ്സിന് ആനന്ദത്തെ നൽകുന്നതായിരിക്കുന്നു, സുന്ദരമായിരിക്കുന്നു. ഇവിടെ ധാരാളം മുനിമാര് വസിക്കുന്നുണ്ട്. അവരുടെ ആശ്രമങ്ങൾ അലയോ ലക്ഷ്മണ, അലയോ സീതേ, ഇതാ നമ്മുടെ ഈ യാത്രക്കിടക്ക് പലയിടങ്ങളിലായിട്ട് ആ ആശ്രമങ്ങൾ കാണാം. മുനേശ്ച മഹാത്മാനോ വസന്തി അസ്മിൻ ശിലോച്ചയെ. മഹാത്മാക്കളായിട്ടുള്ള മുനിമാര്, കഠിനമായ തപസ്സില് ലയിച്ച മുനിമാര് ഇവിടെ വർണ്ണാശ്രമങ്ങളില് വസിക്കുന്നു, ഈ പർവ്വതത്തിന്റെ സാനുക്കളില്. അലയോ സീതേ, അലയോ ലക്ഷ്മണ, അയം വാസോ ഭവേത്താത വയമത്ര വസേമഹി. നമുക്ക് ഇവിടെ തന്നെ വസിക്കാം. ഇതാണ് നമുക്ക് പാർക്കാൻ പറ്റിയതായ ഇടം. ഇങ്ങനെ താമസിക്കേണ്ടതായ ആ സ്ഥലം രാമൻ തന്നെ തീരുമാനിച്ചു. ശ്രീരാമചന്ദ്രനും സീതയും ലക്ഷ്മണനും അവിടെ പാർക്കാമെന്ന് ഉറപ്പിച്ചു. എന്നിട്ട് അവർ അവിടെയുള്ള ഋഷിമാരെയെല്ലാം സന്ദർശിക്കണം. ആദ്യമേ അതിനു വേണ്ടിയിട്ട് ആശ്രമങ്ങളിലേക്ക് ചെന്നു. അഭിഗമ്യ ആശ്രമം സർവേ. എല്ലാ ആശ്രമങ്ങളിലും അവർ ഋഷിമാരെ വന്ദിക്കാനായിട്ട് ചെന്നു. ഋഷിമാരെ വന്ദിച്ചു എന്ന് മാത്രമല്ല, വാൽമീകിം അഭിവാദയന്. ആ ആശ്രമങ്ങളിൽ ഒന്ന് വാൽമീകി മഹർഷിയുടെ ആശ്രമമാണ്. അവിടെ വാൽമീകി മഹർഷിയുണ്ട്. അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്നു രാമനും ലക്ഷ്മണനും സീതയും. അദ്ദേഹത്തെ അവർ മൂവരും വന്ദിച്ചു. അപ്പോഴേക്കും വാൽമീകി മഹർഷി രാമലക്ഷ്മണന്മാരെ സീതയും കണ്ടിട്ട് താൻ മഹർഷി പ്രമുദിത പൂജയാമാസ ധർമ്മവിത്. ധർമ്മത്തിന്റെ സൂക്ഷ്മരൂപം അറിയുന്നവനായ ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന വാൽമീകി മഹർഷി അവരെ മൂന്നുപേരെയും യഥായോഗ്യം വന്ദിച്ചു. എന്നിട്ട് അവരോട് അവിടെ ഇരിക്കാനായി പറഞ്ഞു. അവർക്ക് ഇരിക്കാനായിട്ട് ഇരിപ്പിടം നൽകി. അവരോട് സ്വാഗതവചസ്സുകൾ പറഞ്ഞു. അവർക്ക് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് പഴങ്ങളും കിഴങ്ങുകളും അതേ വിശുദ്ധമായ ജലവുമെല്ലാം അദ്ദേഹം നൽകി അവരെ സൽക്കരിച്ചു. ഇങ്ങനെ അവര് വാൽമീകി മഹർഷിയോടൊപ്പം അവിടെ ആ ആശ്രമത്തിലെ കുറെ നേരം വിശ്രമിച്ചു. അപ്പോൾ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, കുഞ്ഞെ, നീ ഉടനെ തന്നെ നമുക്ക് വസിക്കാൻ വേണ്ടിയിട്ട് ഒരു പർണാശ്രമം നിർമ്മിക്കണം. എങ്ങനെയാ നിർമ്മിക്കേണ്ടത് രാമൻ പറഞ്ഞു കൊടുത്തു. ലക്ഷ്മണകുമാരൻ കാനനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ട് ആശ്രമം നിർമ്മിക്കാൻ പറ്റിയതായ തടികൾ അവിടെ നിന്ന് കൊണ്ടുവന്നു. രാമൻ പറഞ്ഞ അതേ അളവില് അവിടെ മനോഹരമായ ഒരു ആശ്രമം നിർമ്മിച്ചു. അത് കഴിഞ്ഞ് രാമനും ലക്ഷ്മണനും സീതയോടൊപ്പം ആ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചിട്ട് അവിടെ വാസ്തുബലി തുടങ്ങിയതായ കർമ്മങ്ങളെല്ലാം, പൂജാവിധികളെല്ലാം വളരെയേറെ ശ്രദ്ധയോടുകൂടിയിട്ട് നടത്തി. അവിടെയുള്ള ഋഷിമാരെല്ലാം രാമലക്ഷ്മണന്മാർക്കും സീതയ്ക്കും അതിന് വേണ്ടുന്നതായ എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ തപോമയമായ ജീവിതം ആ പവിത്രമായിരിക്കുന്ന ചിത്രകൂടത്തില് അച്ഛന്റെ വാക്ക് പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് രാമൻ ആരംഭിക്കുകയായി. സുരമ്യം ആസാദ്യതു ചിത്രകൂടം നദീം ചുതാം മാല്യവതീം സുതീർത്ഥാം നനന്ദഹൃഷ്ടോ
മൃഗപക്ഷി ജുഷ്ടാം ജഹോജ ദുഃഖം പുരവിപ്രവാസാത്. വാൽമീകി മഹർഷി ഈ 56-ാമത്തെ സർഗം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. വളരെ മനോഹരമായിരിക്കുന്ന ആ ചിത്രകൂടത്തിലെത്തിയിട്ട് എന്ന് മാത്രമല്ല, മാല്യവതി എന്നു പേരായ ആ നദിയുടെ തീരത്ത് എത്തിച്ചേർന്നിട്ട് വളരെയേറെ സന്തോഷിച്ചു രാമനും ലക്ഷ്മണനും സീതയും. നദന്ത ഹൃഷ്ടോ, വളരെ സന്തുഷ്ടരായിട്ട് അവർ ആനന്ദിച്ചു. ആ പ്രദേശം എങ്ങനെയുള്ളതാണ്? മൃഗങ്ങളാലും പക്ഷികളാലും നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അവർ നഗരം വിട്ട് ഇങ്ങനെ കാട്ടിലേക്ക് വരേണ്ടി വന്നു എന്നുള്ളതായ ദുഃഖവിചാരം പരിപൂർണമായും മറന്നു കഴിഞ്ഞിരുന്നു. നഗരം വിട്ട് കാട്ടിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടായതിൽ യാതൊരു ദുഃഖവും അവർക്ക് സംഭവിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ചിത്രകൂടം അത്രയേറെ ഹൃദയഹാരിയായിരുന്നു. അയോധ്യ ഏതു പ്രകാരത്തിൽ ആനന്ദിപ്പിക്കുന്നുവോ അതിൻ്റെ 10 മടങ്ങ് അല്ലെങ്കിൽ അതിൻ്റെ 1000 മടങ്ങ് ചിത്രകൂടം അവരെ സന്തോഷിപ്പിക്കുന്നു. അങ്ങനെ ആ ചിത്രകൂടത്തിൽ അവർ വസിക്കുന്നു. അവിടെ ആ മാല്യവതി എന്നു പേരായ നദിയുടെ തീരത്ത്, മാല്യവതി എന്നു പേരായ നദിക്ക് ഗോദാവരി എന്നും പേരുണ്ട്. അങ്ങനെ ആ ഗോദാവരി നദീതീരത്ത്, ചിത്രകൂടത്തില് മാല്യവതി നദീതീരത്ത്, മാല്യവതി എന്നാണ് വാൽമീകി മഹർഷി പറഞ്ഞിരിക്കുന്നത്. അതിന് ഗോദാവരി എന്നും പ്രസിദ്ധിയുണ്ട്. അങ്ങനെയുള്ളതായ ആ നദിയുടെ തീരത്ത് ചിത്രകൂടത്തിൽ അവർ വസിക്കുന്നു. രാമലക്ഷ്മണന്മാരും സീതയും തപസ്സിൽ ലീനരായി അച്ഛനെ സത്യപ്രതിജ്ഞനാക്കി തീർത്തുകൊണ്ട് അവിടെ ആനന്ദത്തോടുകൂടി വസിക്കുന്നു. നഗരം വിട്ടു പോന്നു, അയോധ്യ വിട്ടു പോന്നു എന്നുള്ളതായ യാതൊരു ദുഃഖചിന്തയും കൂടാതെ സുഖമായി വസിക്കുന്നു. ഈ വർഷത്തെ കർക്കിടകത്തില് നമ്മൾ ആരംഭിച്ചതായി വാൽമീകി രാമായണത്തെ ആസ്പദമാക്കിയുള്ള പ്രഭാഷണം താൽക്കാലികമായിട്ട് ഇവിടെ പൂർത്തിയാക്കുകയാണ്. ഇത് ഇനിയും തുടരും. ഇനിയിപ്പോൾ എല്ലാവർക്കും തിരക്കേറിയ സന്ദർഭങ്ങളാണ്. ഓണം വരുന്നു, പിന്നെ വിവാഹമംഗളങ്ങൾ ധാരാളമുണ്ട്, വീട് പാലുകാച്ചുക തുടങ്ങിയതായ പവിത്രകർമ്മങ്ങൾ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലം ഇതിവിടെ നിർത്തുന്നു. കുറെ നാൾ കഴിയുമ്പോഴേക്കും ഗീതാഭാരതം പുനരാരംഭിക്കും. അതും ഇതേപോലെ വളരെ വിപുലമായിരിക്കുന്ന ഒരു വിഷയമാണ്. അതിനുശേഷം വീണ്ടും വാൽമീകി രാമായണത്തിലേക്ക് നാം വരും. അങ്ങനെ വാൽമീകി രാമായണത്തെ ക്രമേണ നമ്മൾ അടുത്ത് പഠിച്ചിട്ട് വാൽമീകി രാമായണത്തെ പൂർണ്ണമാക്കും. അതിന് വാൽമീകി മഹർഷി നമ്മെ അനുഗ്രഹിക്കട്ടെ. അതേപോലെ തന്നെ ഗുരുനാഥന്മാർ നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങൾ അനുഗ്രഹിക്കട്ടെ. ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദർ അനുഗ്രഹിക്കട്ടെ. ഈ ലൈവ് വീഡിയോകൾ ഓരോന്നും 30 ദിവസം ഫേസ്ബുക്കിൽ കിടക്കും. ഏത് സമയത്ത് വേണമെങ്കിലും കാണാനായി സാധിക്കും. ഇത് മാത്രമല്ല, ഇതെല്ലാം അതത് ദിവസം ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഒക്ടോബർ മാസം 17-ാം തീയതി മുതൽ വാൽമീകി രാമായണത്തിന്റെ ഈ പ്രഭാഷണങ്ങൾ യൂട്യൂബിൽ വന്നുകൊണ്ടേയിരിക്കും. യൂട്യൂബിലെ സത്യാനന്ദ സംസ്കൃതി എന്നുള്ളതായ ചാനലിൽ വന്നുകൊണ്ടേയിരിക്കും. ആ ചാനല് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. മുടക്കം കൂടാതെ എല്ലാ ദിവസവും ഇതേപോലുള്ളതായ വിഷയങ്ങൾ, നമ്മുടെ ഇതിഹാസ പുരാണാദി വിഷയങ്ങൾ, അതിനകത്ത് ഇങ്ങനെ ദിവസവും ഓരോ വീഡിയോ വെച്ച് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരും യൂട്യൂബ് ചാനലിലേക്ക്, സത്യാനന്ദ സംസ്കൃതിയിലേക്ക് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നേരത്തെ ഉള്ളതായ ആ പ്രോഗ്രാമുകളെല്ലാം കാണാം. അതെല്ലാം എല്ലാവർക്കും കേൾക്കാം. 5 വർഷം മുമ്പ് തൊട്ട് തുടങ്ങിയ ഈ പ്രോഗ്രാമുകൾ ആർക്ക് വേണമെങ്കിലും നേരിട്ട് കേൾക്കാനായി സാധിക്കും. എല്ലാവരും അത് കേൾക്കുകയും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും അയൽവക്കക്കാരോടും എല്ലാവരോടും ഇക്കാര്യത്തെക്കുറിച്ച് പറയുകയും ഭാരതീയ വേദാന്തത്തെ എല്ലാവരിലും
കൂടുതലായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. എല്ലാവരും സത്യാനന്ദ സംസ്കൃതി എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് വരണം, അത് സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാ ബന്ധുജനങ്ങളെയും ഇത് അറിയിക്കണം. ഈ വീഡിയോകൾ 30 ദിവസം ഫേസ്ബുക്കിൽ കിടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ സത്യാനന്ദ സംസ്കൃതിയിൽ നമുക്ക് അത് ലഭിക്കും. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, നിങ്ങൾ ഓരോരുത്തരുടെയും ഗുരുനാഥന്റെ പാദപത്മങ്ങളിൽ, വാൽമീകി മഹർഷിയുടെ പാദപങ്കജങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങൾ എന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.